ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇറ്റ്സ് മീ റൈഹാന ജാഫർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മധുരമൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സേമിയ കേസരിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളിതിന് മുമ്പും ഒരു സേമിയ കേസരി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിച്ച ഒരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേസരിയാണ് കേട്ടോ ഇത് നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ചെയ്തെടുത്തിട്ടുള്ള ഒരു സൂപ്പർ കേസരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് സേമിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു സേമിയ ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഈ പാന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാനൊരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്ത ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പം കടല ഉള്ളത് കൊണ്ട് ഞാൻ കടല ചേർത്ത് കൊടുത്തേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലപോലെ ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് കരിയാതെ നോക്കണം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അതിക്ക് നമുക്ക് ഈ ഒരു കേസരിയിൽ ഇങ്ങനെ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നട്ട്സ് ചേർക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ ഈ സേമിയ ഒന്ന് വറുത്തെടുക്കാം. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ സേമിയ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കളറാണ് നമ്മൾ ഇതിലുള്ളത്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമ്മൾ സേമിയ ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അതാ ഏകദേശം നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂടുതൽ സമയം ഈ ഒരു പാനിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ സേമിയ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇത് നമ്മൾക്ക് സേമിയ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, നിങ്ങൾ എത്രയാണോ സേമിയ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ സേമിയ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് സേമിയ വേവിച്ചെടുക്കാൻ. തീ കൂട്ടരുത്, അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഈ സേമിയ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു കേസരിയിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോവും. ഇപ്പോൾ ഇതാ നമ്മുടെ സേമിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളമുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്.
അപ്പോൾ സേമിയ കൂടുതലൊന്നും ഉടഞ്ഞു പോവാതെ കുഴഞ്ഞു പോവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു കേസരിയിൽ നമ്മൾ പഞ്ചസാരയും സേമിയയും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു കേസരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അത് ഈ ഒരു അളവിന് മധുരം കറക്റ്റാണ് കേട്ടോ. നിങ്ങൾ എത്രയാണ് സേമിയ എടുക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു അളവിന് നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അതൊന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് നല്ല വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു സേമിയ. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ ആ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നിങ്ങളടുത്ത് ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഏലക്കയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു കേസരിക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് ആരും മറക്കാതെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു പഞ്ചസാര ചേർത്തപ്പം ഉള്ള ഈ ഒരു വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് വറ്റിച്ച് പാനിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ടു പോരുന്ന ആ ഒരു രീതിയിലാക്കിയെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടല ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് നട്ട്സാണോ എടുക്കുന്നത് ആ നട്ട്സ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ക്രഷ് ചെയ്ത് ചേർത്താലാണ് നമുക്ക് എല്ലാ ഭാഗത്തും ഈ ഒരു നട്ട്സ് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്നൊക്കെ വിട്ടു പോരുന്ന രീതിയിൽ നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് ഏത് പാത്രത്തിലും സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. സ്റ്റീലിൻ്റെ പ്ലേറ്റിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. സേമിയ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതേപോലെ അരികിലേക്കൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം. കണ്ടോ, ഇതേപോലെ നമ്മളൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല പോലെ ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേ കനത്തിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് അരികിലേക്കൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പിൽ നമ്മുടെ ഈ ഒരു കേസരി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് സെറ്റായി കിട്ടും. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, അങ്ങനെ പുറത്ത് തന്നെ വെച്ചാൽ മതി. നല്ല പോലെ സെറ്റായി കിട്ടും. ഇപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ, സെറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം സെറ്റാക്കാൻ വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈശൂട്ടൻ ഇതിൽ നിന്ന് വന്ന് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്കൊരു സ്പൂണോ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ കട്ട് ചെയ്ത് മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് കൂടുതലാണ്ട് സെറ്റായിട്ടില്ല കേട്ടോ, അപ്പോഴേക്ക് എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങളൊരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ കണ്ടോ, നല്ല ഷേപ്പിൽ നമ്മുടെ ഈ ഒരു കേസരി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നട്ട്സിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെറുതെ ഒരു ഫോട്ടോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല. നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ശരിക്കാണ്ട് സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ കുറച്ചൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കാണ്ട് സെറ്റായിട്ടില്ല. അപ്പോൾ നിങ്ങൾ നല്ലോണം സെറ്റായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.